കേൾക്കണം. ശരി. ശ്രീ പി ശ്രീകുമാർ, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും പാർട്ടിക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ പരമാവധി അംഗീകാരങ്ങളും പദവികളുമൊക്കെ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ശ്രീ ശശി തരൂർ. അപ്പോൾ ഇതിനപ്പുറം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ട് കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ അതിന്റെ അപ്പുറം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതികളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വരുന്ന വെള്ളിയാഴ്ച സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന ചില അനൈക്യങ്ങൾ അത് പറഞ്ഞു തീർത്ത് ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഒരു യോഗം ഹൈക്കമാൻഡ് വിളിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. ശശി തരൂരിനും ക്ഷണമുണ്ട്. അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ആയതുകൊണ്ട് തന്നെ ഈ ഒരു യോഗത്തിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു സമവായമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സംസ്ഥാനത്ത് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എങ്ങനെയാവും ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടിയും നേതാക്കളും ശ്രമിക്കുക? ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ശശി തരൂർ എന്ന് പറയുന്ന ആൾക്ക് അർഹിക്കപ്പെട്ട സ്ഥാനങ്ങൾ കോൺഗ്രസിൽ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. കാരണം ശശി തരൂർ വന്നതൊക്കെ അറിയാം. ഐക്യരാഷ്ട്രസഭയിൽ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ശ്രമം നടത്തി. പിന്നെ പിന്മാറുകയായിരുന്നു. അമേരിക്കയൊക്കെ ഇന്ത്യക്കാരനായതുകൊണ്ടും പ്രത്യേകിച്ച് മത്സരിച്ചു കഴിഞ്ഞാൽ അവസാന ലാപ്പിൽ അങ്ങ് പിന്മാറുകയായിരുന്നല്ലോ. മത്സരിച്ചതിൻ്റെ ആദ്യത്തെ റൗണ്ട്സൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്മാറുകയായിരുന്നു. കാരണം അമേരിക്കയുടെ പിന്തുണ കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ. അങ്ങനെ പിന്തുണ കിട്ടാതിരിക്കാൻ ഒരു കാരണം അദ്ദേഹം ഇന്ത്യക്കാരനാണ്. പ്രത്യേകിച്ച് കേരളീയനായതുകൊണ്ട് കാണാം. കേരളീയൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ളയാളെന്നൊക്കെ ഒരു വ്യാഖ്യാനം പുറത്തൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു. അതെന്തെങ്കിലും ആട്ടെ, അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത് തന്നെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വന്നതല്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നത് ഇടതു മുന്നണിയുടെ സ്വതന്ത്രനായിട്ടൊക്കെ മത്സരിക്കാം എന്ന് കരുതി CPI നേതാക്കളെയൊക്കെ കണ്ടിട്ടാണ് അന്ന് സണ്ണിച്ചാനൊക്കെ അറിയാം. ആ കാലഘട്ടത്തിൽ അങ്ങനെ വന്നിട്ട് പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി. കോൺഗ്രസ്സുകാർക്ക് അന്ന് ശക്തമായ എതിർപ്പായിരുന്നു. കോൺഗ്രസ്സുകാർ ഇലക്ഷനിൽ നിന്നും കോൺഗ്രസ്സുകാരുടെ മാനസികമായ പിന്തുണയൊന്നും അന്ന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അദ്ദേഹം ലഭിച്ചില്ല. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിലും തിരുവനന്തപുരത്തിൻ്റെ കമ്മ്യൂണൽ സംവിധാനത്തിലൊക്കെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ട് അദ്ദേഹം വിജയിച്ചു. ഒരു പ്രാവശ്യം വിജയിക്കുന്നല്ല, തുടർച്ചയായിട്ട് വിജയിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിന് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിലും കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അതുപോലുള്ള ഒരു കാലിബറുള്ള ആളായിട്ട്. പക്ഷേ സഹമന്ത്രിയാണ് കൊടുത്തത്. അപ്പം തന്നെ അദ്ദേഹത്തിന് അർഹിക്കപ്പെട്ട സ്ഥാനം അവിടെ ലഭിച്ചോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. അത് കോൺഗ്രസിൻ്റെ കാര്യം. പിന്നെ അതുപോലെ സ്ഥാനം കൊടുക്കാൻ കോൺഗ്രസിന് ഭരണമൊന്നും കിട്ടിയില്ല. അദ്ദേഹം ജയിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പ്, കോൺഗ്രസിൻ്റെ ഇൻറ്റേർണൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം മത്സരിച്ചു. അതൊരു പക്ഷേ കോൺഗ്രസിനൊരു ഊർജ്ജം കിട്ടുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനൊരു ജനാധിപത്യ പാർട്ടി അല്ലെങ്കിൽ ഒരു സംവിധാനം എന്നൊരു ഊർജ്ജം കിട്ടുന്നതായിരുന്നു ശശി തരൂരിൻ്റെ ആ മത്സരം. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ 22% വോട്ട് അദ്ദേഹത്തിന് കിട്ടി. കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് അന്ന് യാതൊരു സപ്പോർട്ടും കിട്ടിയില്ല. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കോൺഗ്രസിൻ്റെ എല്ലാവരും അദ്ദേഹത്തെ എതിർക്കുകയായിരുന്നു. അദ്ദേഹത്തിനെതിരാണ് വോട്ട് ചെയ്യുന്നതെല്ലാം നമുക്കറിയാം. അപ്പം കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് അദ്ദേഹത്തിന് വലിയ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ആകെപ്പാടെ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരത്ത് വരുമ്പം അദ്ദേഹം ജയിക്കുന്നു. അതും ഒരു സംഘടന എന്നാൽ കോൺഗ്രസ്സുകാരുടെ വോട്ടെല്ലാം കിട്ടുന്നുണ്ടെന്നല്ലാതെ ഇദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ എഫർട്ടൊന്നും ഇവിടുത്തെ KPCC ഒന്നും എടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്ത് അദ്ദേഹം ജയിക്കുന്നു. ഓരോ തവണത്തെയും രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമാകുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും അദ്ദേഹം ജയിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ KPCCയോ അല്ലെങ്കിൽ ഈവൻ AICCയോ പോലും ആ രീതിയിലൊരു ലാളനയോ പരിഗണനയോ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വിശ്വാസമുള്ളതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ രണ്ടാമത്തെ പറഞ്ഞ കാര്യം, ഇവിടെ ഇദ്ദേഹം വെറുതെ അങ്ങ് പറയുന്നതല്ല. ഒരു ടോക്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോ ഫേസ്ബുക്കിലോ ഒക്കെ അദ്ദേഹം പർപ്പസ്ഫുള്ളി കോൺഗ്രസ് നേതൃത്വത്തെ ഇൻസൾട്ട് ചെയ്യുകയാണ്. അത് 1 by 1 ആയിട്ട്. ഇപ്പം പിണറായി വിജയൻ്റെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും, നരേന്ദ്രമോദിയുടെ വിദേശ യാത്രയെ പുകഴ്ത്തി പറഞ്ഞാലും, പിന്നീട് കേന്ദ്രമന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഷെയർ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തെ ഇൻസൾട്ട് ചെയ്യാൻ തന്നെയാണ്. അപ്പം കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുമെന്നാണ് നമുക്കറിയേണ്ടത്. പക്ഷേ നടപടി എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇപ്പം റീസെൻ്റ് അറിയാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഈ വെള്ളിയാഴ്ച നടക്കുന്നത് ഈ ശശി തരൂരിൻ്റെ കാര്യം ചർച്ച ചെയ്യാനുള്ള കോൺഗ്രസിൻ്റെ പ്രശ്നം ഇതല്ല. കോൺഗ്രസ് അല്ലാതെ തന്നെ ഒത്തിരി പ്രശ്നത്തിലാണ് കേരളത്തിൽ. തീരുമാനിച്ചതാണ്, അതിനുവേണ്ടിയുള്ള ചർച്ചയാണ്. അതുകൊണ്ട് ശശി തരൂരിൻ്റെ കാര്യവും അതിൽ ഉയർന്നു വരുമെന്നല്ലാതെ ഒരു തരൂരിൻ്റെ ഒരു ഇഷ്യൂ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ, അതിലും വലിയ സംഭവങ്ങൾ, അതിലും വലിയ ഇഷ്യൂസാണ് കോൺഗ്രസ് കേരളത്തിൽ ഫേസ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് തരൂരൊന്നും വന്നതല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നു തോന്നുന്നില്ല. കിഷോർ ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, അസം കേരളം ഈ രണ്ട്
സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതാക്കളെയാണ് 2 ദിവസങ്ങളായിട്ട് വിളിച്ചിരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് ഉടനെ വരുന്ന അല്ലെങ്കിൽ ഒരു വർഷത്തിനൊക്കെ വരുന്ന സംസ്ഥാനങ്ങളെന്ന നിലയിൽ അവിടെ ചിലപ്പോൾ പുതിയ PCC നേതാക്കൾ വന്നേക്കാം. അതൊക്കെ ചർച്ച ചെയ്യാനാണ്. ശരി.